നമ്മുടെ വീണമോൾ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. അതായത് നമ്മുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് സൂര്യനെ പോലെ കത്തിജ്വലിച്ചു നിന്ന പിണറായി വിജയൻ ഇപ്പോൾ കരിക്കട്ടയായി മാറി. അതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. മധുരയിൽ ഒരു കരിക്കട്ട എന്നാണ് തലക്കെട്ട് കൊടുക്കാൻ നല്ലത്. പക്ഷെ ഇന്ന് പത്രം നോക്കിയപ്പോൾ ഒരു പത്രം അങ്ങനെ കൊടുത്തില്ല. ഞാനൊരു പത്രം നടത്തുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കൊടുത്തിരുന്നു, മധുരയിൽ ഒരു കരിക്കട്ട. അതല്ലാതെ അതിനേക്കാൾ നല്ലൊരു തലക്കെട്ട് ഞാൻ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇന്നലെ മുതൽ കരിക്കട്ടയായി മാറി. പിണറായി വിജയൻ വാ തുറന്നിട്ടില്ല. പിന്നെ ഇത് കേട്ടതോടുകൂടി പിണറായി വിജയന്റെ വായ ക്ലോസ്. പിണറായി വിജയൻ മിണ്ടുന്നില്ല, വീണ മിണ്ടുന്നില്ല, നമ്മുടെ റിയാസ് മോനും മിണ്ടുന്നില്ല, മരുമോഹനും. ഈ കുടുംബസമേതാണ് മധുരയിൽ ചെന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഈ വലിയ എന്ന് പറഞ്ഞാൽ 3ാം തവണയും അധികാരത്തിൽ വരാൻ വേണ്ടി കൊതിച്ചിരിക്കുകയായിരുന്നു. രണ്ടാം തവണ എങ്ങനെയാണെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ മുന്നിലുള്ള ഒരു ചോദ്യം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ വീണ്ടും കുരുക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. മാത്രവുമല്ല, നമ്മുടെ എമ്പുരാൻ അണിയറ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എമ്പുരാന്റെ നിർമ്മാതാവും എമ്പുരാന്റെ സംവിധായകനുമൊക്കെ ആകെ കുഴപ്പത്തിൽ ചെന്ന് ചാടിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. എന്ന് പറഞ്ഞാൽ ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് തുടരുകയാണ്, ഇഡിയുടെ റെയ്ഡ് തുടരുകയാണ്. ഏറ്റവും പുതിയ വാർത്ത, പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് അസസ്മെന്റ് വിഭാഗത്തിന്റെ ഇൻകം ടാക്സ് അസസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പൃഥ്വിരാജിന്റെ വരുമാനം സംബന്ധിച്ച്, അതായത് പൃഥ്വിരാജ് ഒരു 2-3 സിനിമകൾ, എനിക്ക് തോന്നുന്നു കടുവ എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ഏതാണ് ഗോൾഡ്, പിന്നെ ഒരു സിനിമയും കൂടിയാണ്. അങ്ങനെ ഒരു 3 സിനിമകളിൽ പൃഥ്വിരാജ് വാങ്ങിയ പ്രതിഫലം സംബന്ധിച്ച് ഇവരൊക്കെ ഏതാ തട്ടിപ്പിന്റെ ആശാന്മാരെന്നറിയോ? അതായത് ഈ 3 സിനിമകളില്, ഇത് വേറെ ഒന്നും തെറ്റിദ്ധരിക്കണ്ട, ഇത് എമ്പുരാനുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല കേട്ടോ. ഇപ്പൊ ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഈ റെയ്ഡ് പോലും നമ്മുടെ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റെയ്ഡ് അല്ല. കാരണം നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ മുമ്പത്തെ വർഷം, അതായത് 2023 ഗോപാലന്റെ സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള റെയ്ഡ് നടന്നിരുന്നു. കാരണം ഈ അറിയാലോ, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഒക്കെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് അനധികൃതമായ പണമിടപാട് തന്നെയാണ്. അപ്പോൾ ഈ വിദേശ നാണയ വിനിമയ ചട്ടം, പിന്നെ PMLA ആക്ട് തുടങ്ങിയ, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ, ഇതാണ് മെയിൻ പരിപാടി. അപ്പൊ ഇതിന്റെ പേരിൽ ഗോപാലനൊക്കെ നിരന്തരം EDയുടെ നിരീക്ഷണത്തിലാണ്. അങ്ങനെ അതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന റെയ്ഡ്. മറ്റൊന്ന് നമ്മുടെ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം, പൃഥ്വിരാജിന്റെ ഒക്കെ സംസാരം കേട്ടാൽ ഇവരൊക്കെ ഭയങ്കര വിശുദ്ധനാണെന്നല്ലേ വിചാരിക്കുക. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ 3 സിനിമകളില്, ഈ ഗോൾഡിലും പിന്നെന്താ പറയുന്നത് കടുവയിലും വേറെ ഏതൊരു സിനിമയില്, ഈ 3 സിനിമകളില് പൃഥ്വിരാജ് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാതാവുമായിരുന്നു. ഈ 3 സിനിമകളുടെ മുഴുവൻ നിർമ്മാതാവല്ല, സഹനിർമ്മാതാവ്. അപ്പോൾ ഈ നിർമ്മാതാവ് എന്നുള്ള രീതിയിലാണത്രേ പൃഥ്വിരാജ് പ്രതിഫലം പറ്റിയത്. നടൻ എന്ന നിലക്ക് പ്രതിഫലം പറ്റിയിട്ടില്ല. ഈ 3 സിനിമകളിൽ നിന്നും പൃഥ്വിരാജ് അഭിനയത്തിനുള്ള പ്രതിഫലം പറ്റിയിട്ടില്ല. പകരം പ്രതിഫലം പറ്റിയത് നിർമ്മാതാവ് എന്ന രീതിയിലാണ്. ഇതിന്റെ കാരണം ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, നടൻ എന്നുള്ള രീതിയിൽ പ്രതിഫലം പറ്റുമ്പോൾ അതിന് ടാക്സ് കൂടുതൽ കൊടുക്കണം. പക്ഷെ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ പ്രതിഫലം പറ്റിക്കഴിഞ്ഞാൽ അതിന് ടാക്സ് അത്ര കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് നടൻ എന്നുള്ള രീതിയിൽ പ്രതിഫലം വാങ്ങാതെ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ആ പ്രതിഫലം കൂടി ചേർത്ത് വാങ്ങിയ തരത്തിലുള്ള ഒരുപാട് തിരിമറികൾ. നാണം കെട്ട പൈസ എത്ര കിട്ടിയാലും, ലംബോർഗിനിയിൽ എത്ര നടന്നാലും, എത്ര സഞ്ചരിച്ചാലും, നമ്മുടെ മല്ലികേജ് എത്ര കരഞ്ഞാലും, പൃഥ്വിരാജിന്റെ ഒക്കെ അല്ലെങ്കിൽ എമ്പുരാൻ സിനിമ സംവിധാനം ചെയ്തതോടെ തന്നെ നമുക്ക് അറിയാലോ, ഇയാളുടെ ദുഷ്ടലാക്കൊക്കെ അറിയാലോ. അപ്പോൾ ഏതായാലും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വരുത്തി വെച്ച വിനാശകാലേ വിപരീത ബുദ്ധി എന്നൊക്കെ കേട്ടില്ലേ? വിനാശകാലേ വിപരീത ബുദ്ധി. ഗോപാലന് വിനാശകാലമാണ്. ആ ഗോകുലം ചിട്ടി ഫണ്ട് എപ്പം പൊട്ടി എന്ന് ചോദിച്ചാൽ മതി. പക്ഷെ അത്ര പെട്ടെന്നൊന്നും പൊട്ടില്ല. കാരണം അത്രയും കുന്നുകൂടി കിടക്കുന്ന കാശല്ലേ ഉണ്ടാക്കിയത്. മാത്രമല്ല ഉന്നത തലങ്ങളിലൊക്കെ അത്യാവശ്യം പിടിപാടൊക്കെ ഉള്ളത് കൊണ്ട് ഗോപാലൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു വിചാരിക്കാം. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജിന്റെ സിനിമകളൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം, മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം, മുരളി ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ മലയാള സിനിമ പ്രേക്ഷകർക്ക് ഇപ്പൊ ഒരു കണക്ക് കൂട്ടലുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിലീപിന്റെ സിനിമ ഇപ്പോൾ ദിലീപിന്റെ ജനപ്രിയ നായകനായിരുന്നല്ലോ. ദിലീപ് ജനപ്രിയ നായകനായിരുന്നു.
പക്ഷെ ദിലീപിന്റെ സിനിമകള് OTT-യിൽ പോലും, തിയേറ്ററിൽ ഏതായാലും ആൾ കയറില്ല, തിയേറ്ററിൽ ആൾ കയറി കഴിഞ്ഞാൽ ദിലീപിന്റെ സിനിമ കാണാൻ പോവുക എന്ന് പറഞ്ഞാൽ അയാൾ ഒരു 1-ാം നമ്പർ സ്ത്രീ വിരുദ്ധൻ എന്നുള്ള രീതിയിലാണ് ചിത്രീകരിക്കപ്പെടുക. അതുകൊണ്ട് സാധാരണ സ്ത്രീകളൊന്നും ദിലീപിന്റെ സിനിമ ഒന്നും കാണാൻ ഇപ്പൊ പോകാറില്ല. അപ്പോൾ ഏതാണ്ട് ആ രീതിയിലേക്കാണ് മോഹൻലാലിന്റെ സിനിമകളും അല്ലെങ്കിൽ ഈ പൃഥ്വിരാജിന്റെ സിനിമകളൊക്കെ ഇനി വരാൻ പോകുന്നത്. ഏതായാലും എമ്പുരാൻ എടുത്തോടു കൂടി തീർന്നു. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ പുറത്തു വന്നതോടുകൂടി ഗോകുലം ഗോപാലന്റെ കഷ്ടകാലം തുടങ്ങി. മുരളി ഗോപിനെ പറ്റി കാണാനില്ല, മുങ്ങി തോന്നുന്നു. പൃഥ്വിരാജിനെ പുറത്ത് കാണാനില്ല. ഈ ആദായ നികുതി വകുപ്പിന്റെ ഈ പരിശോധനകളൊക്കെ തുടരുകയാണ്. പിന്നെ എന്താ പറയാ, മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലും ഏതാണ്ട് കഴിഞ്ഞു. മോഹൻലാലിന്റെ ഒരവസ്ഥ ഇതാണ് എമ്പുരാൻ. ഞാൻ അതിന്റെ അടുത്ത് ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറയട്ടെ. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതോട് കൂടിയിട്ട് സംഭവിച്ചൊരു കാര്യം എന്താണെന്നറിയോ? അതായത് ഈ വടി കൊടുത്ത് അടി വാങ്ങുക എന്നൊക്കെ കേട്ടില്ലേ? വടി കൊടുത്ത് അടി വാങ്ങുക. യഥാർത്ഥത്തിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ മാർച്ച് 27 മുതൽ, മാർച്ച് 27-നായിരുന്നല്ലോ ആ സിനിമയുടെ റിലീസിങ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയാവും അല്ലെ? 27 കഴിഞ്ഞ് 27, 28, 29, 30, 31, 1, 2, 3, 4, 5, 10. ഇന്ന് 10-ാം ദിവസം. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ട് ഇന്ന് 10-ാം ദിവസമാണ് കേട്ടോ. ഈ സിനിമ ഇറങ്ങിയതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സിനിമ മുഴുവൻ അധിക്ഷേപിക്കുന്നത് ഇവിടുത്തെ ഹൈന്ദവ വിഭാഗത്തെയും നമ്മുടെ രാജ്യരക്ഷയെയും നമ്മുടെ ദേശീയതയെയും ഒക്കെയാണ് ഈ സിനിമ ആക്രമിക്കുന്നത്. അത് കിടക്കട്ടെ, ഇതൊക്കെ ഇതിന് ഏറ്റവും കൃത്യമായ മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ആൾക്കാർക്കൊക്കെ മനസ്സിലായി. ഇപ്പോ ഗുജറാത്ത് കലാപം എന്താണെന്ന് മനസ്സിലായി, ഗുജറാത്ത് കലാപത്തിന് കാരണം എന്താണെന്ന് മനസ്സിലായി, ഗുജറാത്ത് കലാപത്തിന് കാരണമായ ഗോദ്രയിലെ ആ തീവപ്പ്, ആരാണ് തീവപ്പ് നടത്തിയെന്ന് മനസ്സിലായി. അതിന്റെ കോടതി വിധികൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ സർവറ പാറി നടക്കുകയാണ്. അതില് എത്ര പേർക്ക് ജീവപര്യന്തത്തിന്, ഇതൊക്കെ ഇപ്പോഴാണ് ആൾക്കാർ അറിയുന്നത് കേട്ടോ. യഥാർത്ഥത്തിൽ ഇപ്പോഴാണ്. പണ്ട് ഇങ്ങനെ ഗോത്ര സംഭവം എന്നൊക്കെ കേൾക്കുക എന്നുള്ളതല്ലാതെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഗുജറാത്ത് വംശഹത്യ എന്നായിരുന്നു. ഇപ്പൊ വളരെ കൃത്യമായി അതിനുശേഷം പുതിയ തലമുറക്കുൾപ്പെടെ വളരെ വ്യക്തമായി മനസ്സിലാക്കി ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചത്, ഗോത്രയിൽ എന്താണ് സംഭവിച്ചത്, അതിനുശേഷം അതിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ ഗുജറാത്ത് കലാപം ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇങ്ങനെ ഒരു സാധനം എടുത്ത് പുറത്തിട്ടപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കൃത്യമായി ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ ഒന്ന്. ഇപ്പൊ ഏറ്റവും പുതിയ ഒരു വാർത്ത എന്താണെന്നറിയോ? നാളെ ഞായർ, മറ്റന്നാൾ തിങ്കളാഴ്ച നമ്മുടെ യഥാർത്ഥത്തിൽ ഗോദ്രയിൽ എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് എമ്പുരാന് ബദലായി ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നു. ദി സബർമതി റിപ്പോർട്ട് എന്ന് പറയുന്ന ഹിന്ദി സിനിമ. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ വർഷമല്ല, 2023 അവസാനമാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ഈ ജനുവരിയിൽ 2025 ജനുവരിയിൽ ദ സബർമതി റിപ്പോർട്ട് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഗോത്രയിൽ സംഭവിച്ച അതിനെപ്പറ്റി ഞാൻ റിവ്യൂ ഒക്കെ വായിച്ചിട്ടോ. ആ റിവ്യൂ വായിച്ചു കഴിഞ്ഞപ്പം വളരെ കൃത്യമായി, അതായത് ഈ കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ, കോടതി വിധികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, കോടതി വിധികളും പോലീസ് റിപ്പോർട്ടുകളും നാനാവധി കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് അവൈലബിൾ, ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അപ്പൊ നാനാവധി, അതായത് ഗോദ്രയിലുണ്ടായ തീവപ്പിനെ കുറിച്ച് അന്വേഷിച്ച നാനാവധി കമ്മീഷന്റെ റിപ്പോർട്ട്, പോലീസിന്റെ റിപ്പോർട്ടുകൾ, കോടതിയുടെ റിപ്പോർട്ടുകൾ, ഇതെല്ലാം ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ 100% സത്യത്തിൽ അധിഷ്ഠിതമായ സിനിമയാണ് ഈ ദ സബർമതി റിപ്പോർട്ട്. എനിക്ക് തോന്നുന്നില്ല കേരളത്തില് ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ കേരളത്തിലെ ഒരു പൊതുമണ്ഡലത്തിൽ ഇതുവരെ ദ സബർമതി എക്സ്പ്രസ് എന്ന് പറഞ്ഞ സിനിമ ചർച്ചയായിട്ടില്ല. ഇത് അധികം ആളുകളൊന്നും കണ്ടിട്ടില്ല. കാരണം ഇത് കേരളത്തിൽ എവിടെയും റിലീസ് ചെയ്തിട്ടില്ല. കേരളത്തിലെ ഒരു സിറ്റിയിലും ദ സബർമതി റിപ്പോർട്ട് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിട്ടില്ല. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ഇത് OTT-യിൽ, അതായത് C5, ശ്രദ്ധിക്കണേ, ആർക്കെങ്കിലും ദ സബർമതി റിപ്പോർട്ട് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ബിഗ് സ്ക്രീനില് ഏരിയൽ പ്രസിലാണ് പ്രദർശിപ്പിക്കുന്നത് അത്രേ. ഈ സബർമതി റിപ്പോർട്ട് എന്ന് പറയുന്ന സിനിമ സംഘപരിവാർ നേതൃത്വത്തിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുകയാണ്. അതായത് ആൾക്കാരെ നേരിട്ട് കാണിക്കാൻ ഇവരൊക്കെ ക്ഷണിക്കുകയാണ്. അതായത് എമ്പുരാൻ കണ്ട് തെറ്റിദ്ധരിച്ചവർ, എമ്പുരാനിലൂടെ കള്ളത്തരം കണ്ടവർ യഥാർത്ഥത്തിൽ എന്താണ് ഗോത്രയിൽ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ കാണൂ ദ സബർമതി റിപ്പോർട്ട് എന്നാണ് വാർത്തയിലുള്ളത്. അപ്പൊ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ആ സിനിമ പ്രദർശിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് പോയി എല്ലാവർക്കും സിനിമ കാണാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾക്ക് ദ സബർമതി റിപ്പോർട്ട് എന്ന് പറയുന്ന സിനിമ കാണണമെങ്കിൽ വെറും 299 രൂപ. ഞാൻ യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു പ്രചരണം നടത്തിയല്ല കേട്ടോ.
C5 എന്ന് പറയുന്ന OTT ചാനൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം C5 ഡൗൺലോഡ് ചെയ്യാം. C5 എന്ന് പറയുന്ന അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 299 രൂപ GB ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസം ആ OTT പ്ലാറ്റ്ഫോമിലെ എല്ലാ സിനിമകളും കാണാം. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ C5 എന്ന് പറയുന്ന OTT ചാനലില് ദ സബർമതി റിപ്പോർട്ട് ഉണ്ട്. അധികം ആരും കാണാത്ത അല്ലെങ്കിൽ പലരും കാണാൻ ആഗ്രഹിക്കുന്ന ദ കേരള സ്റ്റോറി അറിയാലോ. ലവ് ജിഹാദിനെ ആസ്പദമാക്കി ഇവിടുത്തെ CPM-കാരും ഇപ്പൊ എല്ലാവരും എമ്പുരാൻ എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം, നമ്മൾ ഒന്നിനെയും കുറ്റപ്പെടുത്താൻ പാടില്ല, ഇത്തരം സിനിമകളെ ഒന്നും നമ്മൾ എതിർക്കാൻ പാടില്ല എന്നൊക്കെയാണല്ലോ ഇപ്പൊ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ സുരേഷ് ഗോപി, നിങ്ങൾ എത്ര പേർ കണ്ടെന്ന് അറിയില്ല, കാണട്ടോ. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന നമ്മുടെ മെയിൻ ചാനലുകളിലൊക്കെ ഞാൻ കണ്ടത് 24 ചാനലിലെ ഒരു ക്ലിപ്പിംഗ് ആണ് കണ്ടത്. അതായത് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഇന്നലെ മെനയാന്ന് രാജ്യസഭയിൽ നമ്മുടെ ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപിക്കെതിരെയൊക്കെ വളരെ വളരെ രൂക്ഷമായ ഭാഷയിൽ ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചപ്പോൾ ഒരു 6-7 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ ഒരു പ്രകടനമുണ്ട് കൂട്ടരെ. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ കമ്മീഷണറൊക്കെ കണ്ടിട്ടേ, സുരേഷ് ഗോപിയുടെ പഴയ ഏകലവ്യനും അത് കഴിഞ്ഞിട്ട് കമ്മീഷണറൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നമ്മളെയൊക്കെ ത്രസിപ്പിച്ചൊരു സുരേഷ് ഗോപി ഉണ്ടല്ലോ, ആ സുരേഷ് ഗോപിയെ യഥാർത്ഥത്തിൽ നമുക്ക് രാജ്യസഭയിൽ കാണാം. പകുതി ഇംഗ്ലീഷിൽ അത് കഴിഞ്ഞിട്ട് പകുതി മലയാളത്തിൽ സുരേഷ് ഗോപി ആഞ്ഞടിക്കുന്നു. അതിൽ സുരേഷ് ഗോപി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ബ്രിട്ടാസിനോട്, ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഇപ്പം നിങ്ങള് എമ്പുരാൻ എന്ന് പറയുന്നുണ്ടല്ലോ, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എല്ലാവരും കാണണം, ഇതിനെതിരെ സംഘപരിവാർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്, ഇതിന്റെ സംവിധായകനെ ആക്ഷേപിക്കുകയാണ്, ഇതിന്റെ മോഹൻലാലിനെ ആക്ഷേപിക്കുകയാണ്, ഗോകുലം ഗോപാലിനെ ആക്ഷേപിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സുരേഷ് ഗോപി രാജ്യസഭയിൽ ബ്രിട്ടാസ് നേരെ കൈവരച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ധൈര്യമുണ്ടോ നിങ്ങളുടെ കൈരളി ചാനലിൽ ഈ TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്ന നമ്മുടെ മൊയ്തു താഴത്തിന്റെ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ മൊയ്തു താഴത്തിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. മൊയ്തു താഴത്തിന്റെ ആ TP51 എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങളുടെ കൈരളി ചാനലിൽ? അത്ര വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് TP51 എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കുക കൂട്ടരെ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. TP51 എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നത് 2014 ഈ പറയുന്ന സിനിമ നമ്മുടെ മൊയ്തു താഴത്ത് സംവിധാനം ചെയ്യുന്നത്. അപ്പോ CPM-കാർ ഇപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിളച്ചു പറയുന്ന CPM-കാർ ചെയ്ത ആ പാവപ്പെട്ട എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കനായ ഒരു സംവിധായകനാണ് മൊയ്തു താഴത്ത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് TP51 എന്ന് പറയുന്നത്. ഈ സിനിമ യഥാർത്ഥത്തിൽ കണ്ണൂരിൽ വെച്ച് നേരത്തെ ഈ മുടക്കോഴിമല ഉണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ കൊടിസുനി പോയിങ്ങാണ്ട് ഒളിവ് ജീവിതം നടത്തിയതാണ് മുടക്കോഴിമല. ആ സ്ഥലത്തേക്കൊന്നും CPM-കാരല്ലാത്ത ആർക്കും പ്രവേശിക്കാൻ തന്നെ വയ്യ. അപ്പൊ ഈ മുടക്കോഴിമല പോലുള്ള യഥാർത്ഥത്തിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെയായിരുന്നു കണ്ണൂരിൽ ഇതിന്റെ ഷൂട്ടിംഗ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഷൂട്ടിംഗ് ഒന്നും നടത്താൻ വേണ്ടിയിട്ട് CPM-കാര് സമ്മതിച്ചില്ല. അതായത് സിനിമ ഷൂട്ടിംഗ് പോലും TP51 നിങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്യണ്ട എന്നായിരുന്നു നമ്മുടെ മൊയ്തു താഴത്തിനോട് പറഞ്ഞത്. മൊയ്തു താഴത്തിന്റെ കുടുംബത്തെ രാത്രി 1 മണിക്ക് താണയിലെ ആ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കിവിട്ട സംഭവങ്ങൾ കിട്ടും. ഒരുപക്ഷെ ഇതൊന്നും കേരളീയ സമൂഹം വേണ്ട രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല. അതായത് TP ചന്ദ്രശേഖരനെ കുറിച്ച് ഒരു സിനിമ സംവിധാനം ചെയ്ത ആ സംവിധായകന്റെയും കുടുംബത്തെയും രാത്രി 1 മണിക്ക് ആ സമയത്ത് മൊയ്തു പറയുന്നുണ്ട്, മൊയ്തുവിന്റെ മകൻ ചുട്ടു പൊള്ളുകയാണത്രേ. പനി പിടിച്ച മകനെയും കൊണ്ടിട്ട് രാത്രി 1 മണിക്ക് ഒരു കുടുംബം റോട്ടിൽ അനാഥമായി നിൽക്കുന്ന ഒരു അവസ്ഥ. സഖാക്കളെ നിർബന്ധിച്ച് ഇറക്കി വിടുകയാണ്. മറ്റൊന്ന്, ഈ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഈ തിയേറ്ററുകളിലൊക്കെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയാണ് സിനിമ എങ്ങനെ പ്രദർശിപ്പിച്ചാൽ തിയേറ്റർ കത്തിച്ചു കളയും എന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഈ CITU-വിന്റെ ചില തൊഴിലാളി സഖാക്കളൊക്കെ ഉണ്ടല്ലോ, CITU സഖാക്കൾ, അവർ ഈ ടിക്കറ്റ് മുറിക്കുന്ന ആൾക്കാർ, ഞങ്ങളുടെ TP51 എന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റ് മുറിക്കൂല എന്ന് പറഞ്ഞിട്ട് വടകരയിലെ ഒരു തിയേറ്ററിൽ ഇത് പ്രദർശിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ CIT-കാർ പറഞ്ഞത്ര ഞങ്ങൾ അതിന്റെ ടിക്കറ്റ് ഒന്നും മുറിക്കൂല, ഞങ്ങൾക്ക് വയ്യാന്ന്. ഇങ്ങനെ സിനിമയുടെ നിർമ്മാണം മുതല്, സിനിമയുടെ സംവിധായകനെ ഭീഷണിപ്പെടുത്തിയത് മുതല്, ആ സിനിമയുടെ പ്രദർശനം ഒരു സ്ഥലത്തും അവസാനം ആ സിനിമ പ്രദർശിപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഒക്കെ ഇടപെടലുകൊണ്ട് ഈ നമ്മുടെ കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചില എനിക്ക് തോന്നുന്നു 14-15 തിയേറ്ററുകളിൽ മാത്രമാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത്. 3-4 ആഴ്ച അത്രയും കൂടുതൽ ആൾക്കാർ ആ സിനിമ കണ്ടു. കേരളത്തിൽ ആകെ ആ 14-15 റിലീസിംഗ് കേന്ദ്രങ്ങളിൽ മാത്രമാണ് ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റിയത്. ഒരു തിയേറ്ററിലും, ഒരു പ്രൈവറ്റ് തിയേറ്ററിലും ആ സിനിമ പ്രദർശിപ്പിക്കാൻ CPM സഖാക്കൾ അനുവദിച്ചില്ല. ഇതാണ് CPM-കാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. CPM-കാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്ന സിനിമ മാത്രം പ്രദർശിച്ചാൽ മതി, ഞങ്ങൾ പറയുന്ന
മറ്റു ചില സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. അതായത് എമ്പുരാൻ എല്ലാവരും പ്രദർശിപ്പിക്കണം, എമ്പുരാനെതിരെ മിണ്ടാൻ പാടില്ല. പക്ഷെ ടി പി ചന്ദ്രശേഖരന്റെ സിനിമ ടി ആകുമ്പോൾ തോന്നുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ പാടില്ല. ഇതാണ് ഇവരുടെ ഒരു നയം. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ് കാട് കയറിപ്പോയി. ഏതായാലും ഇത്തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതായത് ഗോകുലം ഗോപാലന്റെ വീട്ടില്, ഗോകുലം ഗോപാലന്റെ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡ്, ഇപ്പം പൃഥ്വിരാജിന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡ്, പിന്നീട് നമ്മുടെ വീണമോൾ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. അതായത് നമ്മുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് സൂര്യനെ പോലെ കത്തിജ്വലിച്ചു നിന്ന പിണറായി വിജയൻ ഇപ്പോൾ കരിക്കട്ടയായി മാറി. അതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. മധുരയിൽ ഒരു കരിക്കട്ട എന്നാണ് തലക്കെട്ട് കൊടുക്കാൻ നല്ലത്. പക്ഷെ ഇന്ന് പത്രം നോക്കിയപ്പോൾ ഒരു പത്രം അങ്ങനെ കൊടുത്തില്ല. ഞാനൊരു പത്രം നടത്തുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കൊടുത്തിരുന്നു, മധുരയിൽ ഒരു കരിക്കട്ട. അതല്ലാതെ അതിനേക്കാൾ നല്ലൊരു തലക്കെട്ട് ഞാൻ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇന്നലെ മുതൽ കരിക്കട്ടയായി മാറി. പിണറായി വിജയൻ വാ തുറന്നിട്ടില്ല. പിന്നെ ഇത് കേട്ടതോടുകൂടി പിണറായി വിജയന്റെ വായ ക്ലോസ്.